സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിലവിലില്ലെന്ന് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയ കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അലൈൻമെന്റ് പ്രദേശത്ത് മഞ്ഞക്കല്ലിട്ട ഭൂമിയുടെ ഉടമ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ മറുപടി. ഭൂമി പൊന്നും വിലയ്ക്ക് ഏറ്റെടുക്കാനുള്ള നടപടികൾ നിലവിലില്ല എന്നാണ് ഈ മറുപടി. എന്നാൽ സർക്കാർ ഇത് പറയുമ്പോഴും കല്ലിട്ട ഭൂമിയുടെ ക്രയവിക്രയത്തിന് തടസ്സങ്ങളുണ്ടെന്ന് പരാതിക്കാരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ആ പരാതി കളക്ടർക്ക് കൈമാറുകയും കളക്ടർ അവിടെ നിന്നിട്ട് എനിക്ക് ഇങ്ങനൊരു പദ്ധതി നിലവിലില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടി നിലവിലില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കത്ത് തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഈ പദ്ധതി സർക്കാർ പിൻവലിച്ചിട്ടില്ല. പിൻവലിച്ച് ഉത്തരവാകാത്തതുകൊണ്ട് വസ്തു വാങ്ങാൻ വരുന്ന ആൾക്കാർ വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ സർവേയുടെ ലിസ്റ്റ് കിടക്കുകയാണ്. ആ ലിസ്റ്റ് കണ്ട ഉടനെ ഈ വാങ്ങാൻ വരുന്നവർ ഭയന്നിട്ട് തിരികെ പോവുകയാണ്. അപ്പോൾ ആ ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോഴും ഈ പുതിയ പദ്ധതി വരുമ്പോഴും നമ്മുടെ വീട് നഷ്ടപ്പെടുമെന്ന് ഇതുവരെ അറിയില്ല. പ്രശാന്ത് കൃഷ്ണ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. പ്രശാന്ത്, കേന്ദ്രം അനുമതി കൊടുത്തിട്ടില്ല, സംസ്ഥാനം മറ്റൊരു ബദൽ പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികളൊന്നും തന്നെയില്ല സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട്. അതായത് വിജ്ഞാപനമൊക്കെ റദ്ദായിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ എന്താണ് പറയുന്നത് എന്നുള്ള കത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇനി ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഈ ഉടമകൾക്ക് വലിയ തോതിൽ ആശങ്കയും ബുദ്ധിമുട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതും കൂടി മാറ്റി കൊടുക്കണ്ടേ? പൂജ, സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് തന്നെയാണ്. അതായത് ഈ കത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. സുഭാഷ് എന്ന പൗണ്ടുകടവ് സ്വദേശിക്ക് നൽകിയ കത്തിൽ തന്നെ പറയുന്നു, പൊന്നും വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കലില്ല എന്ന തീരുമാനം സർക്കാർ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് ഇദ്ദേഹം പരാതി പരിഹാര സെല്ലിലേക്ക് ഈ പരാതി നൽകിയത്. അങ്ങനെ പരാതി നൽകുമ്പോൾ 2024 ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ മറുപടിയായി ജില്ലാ കളക്ടർക്ക് വേണ്ടി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറാണ് ഈ മറുപടി നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവിടെ ഭൂമി ഏറ്റെടുക്കില്ല, മഞ്ഞക്കല്ലിട്ടത് അത് സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ നിലവിൽ ഈ പദ്ധതി ഇല്ല, അല്ലെങ്കിൽ ഈ ഭൂമി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് ഉടമകൾക്ക് ഒരു വ്യക്തത സർക്കാർ ഇപ്പോഴും വരുത്തുന്നില്ല. അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന കാലത്തും ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി അലൈൻമെന്റിൽപ്പെട്ട ജനങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ ദുരിതം അതാണ്. കാരണം പലർക്കും ഈ വായ്പ ഈ വില്ലേജിൽ പല ആവശ്യങ്ങൾക്കായി, ഭൂമിയുടെ ആവശ്യങ്ങൾക്കായി ചെല്ലുമ്പോൾ അവിടെ ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി കല്ലിട്ട ഭൂമിയാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. പലർക്കും ഈ ഭൂമി വിൽക്കാൻ സാധിക്കുന്നില്ല. വാങ്ങാൻ വരുന്നവർ അഡ്വാൻസ് നൽകിയാൽ പോലും ഇതറിയുമ്പോൾ ഒഴിവായി പോകുന്നു. ഈ ഭൂമി വച്ച് വായ്പ എടുക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ട്. അത് കാരണം വിവാഹം, പഠന ആവശ്യങ്ങൾ ഇവയ്ക്കെല്ലാം തടസ്സം നിൽക്കുന്നു. അപ്പോൾ സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി ഒരു വിജ്ഞാപനം ഇറക്കി. സാമൂഹ്യാഘാത പഠനത്തിന് വിജ്ഞാപനം ഇറക്കിയാൽ തന്നെ അതിന് കാലാവധി 6 മാസത്തേക്കാണ് ഈ പഠനം നടത്തേണ്ടത്. 1 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും അത് ഡിനോവയാവും, നോട്ടിഫിക്കേഷൻ ഇല്ലാതാവും. ഇനി ഭൂമി ഏറ്റെടുക്കലാണെങ്കിൽ തന്നെ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായി ആ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പോകും. പൂർണ്ണമായില്ലെങ്കിൽ അത് ഡീനോട്ടിഫൈ ആവും. അപ്പോൾ അതിന് മറിച്ചൊരു വിജ്ഞാപനം ഇറക്കേണ്ട കാര്യമില്ല എന്ന് സർക്കാർ പറയുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി ഈ അലൈൻമെന്റിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഈ നിലവിൽ ഈ നിയമക്കുരുക്കില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ വരുത്തേണ്ടത് തന്നെയാണ്. കാരണം അത്രത്തോളം ദുരിതത്തിലാണ് ഈ മഞ്ഞക്കല്ലിട്ട പ്രദേശത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ കല്ലുകളൊന്നും പലയിടത്തുമില്ല, പക്ഷേ അവരുടെ രേഖകൾ പ്രകാരം അവർ ഈ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. അവരെ സാങ്കേതിക കുരുക്കിൽ നിന്ന് ഊരിക്കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ തന്നെ സിൽവർ ലൈന് ബദലായി RRTS കൊണ്ടുവരുമ്പോഴും അവർ ഭയക്കുന്നത് ഈ അലൈൻമെന്റിൽ തന്നെയാണോ ഇനി RRTSും സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അവരുടെ മേലുള്ള അവർ അനുഭവിക്കുന്ന കഴിഞ്ഞ 2021 കാലം മുതൽ 22 മുതൽ അവർ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് അറുതി വരുന്നില്ല എന്നതൊരു വലിയ വിഷയം തന്നെയാണ്.